ഹലോ കൂട്ടുകാരെ, കൂട്ടുകാർക്ക് കഥ കേൾക്കാൻ ഇഷ്ടമാണല്ലോ അല്ലേ? ഞാൻ ഇന്ന് നിങ്ങളോട് ഒരു കഥ പറയാം. മനു എന്ന ഒരു കുട്ടിയുടെ കഥയാണ്. കൂട്ടുകാർ വീഡിയോ മുഴുവനായി കാണാൻ മറക്കരുത് കേട്ടോ. കുളിപ്പാൻ നേരമായല്ലോ, റെഡിയാകുന്നില്ലേ? അച്ഛാ, എനിക്ക് ഉറക്കം വരുന്നു. ശരീരമാകെ നല്ല ക്ഷീണവുമുണ്ട്. ഇന്ന് ഞാൻ സ്കൂളിൽ പോകുന്നില്ല. എന്തു പറ്റി മോനെ? നിനക്ക് അസുഖം വല്ലതുമുണ്ടോ? ആശുപത്രിയിൽ പോകണോ? വേണ്ടേ അച്ഛാ, കുറച്ചു നേരം കൂടി ഉറങ്ങിയാൽ മതി, ശരിയായിക്കോളൂ. എന്നാ ശരി മോനെ, നീ ഉറങ്ങിക്കോ. ഇന്ന് സ്കൂളിൽ ലീവ് എടുക്കാം കേട്ടോ, വിഷമിക്കണ്ട. പിറ്റേ ദിവസം രാവിലെ മനുവിന്റെ അച്ഛന് ഒരു ഫോൺ കോൾ സ്കൂളിൽ നിന്നും വന്നു. മനുവിന്റെ അച്ഛനല്ലേ? ഞാൻ അവന്റെ ക്ലാസ് ടീച്ചറാണ്. ഈ കഴിഞ്ഞ ആഴ്ച നടത്തിയ എക്സാമിന് മനുവിന് തീരെ മാർക്ക് കുറവായിരുന്നു. ക്ലാസ് ടൈമിൽ പഠിപ്പിക്കുന്നതൊന്നും അവൻ ശ്രദ്ധിക്കുന്നേയില്ല. ചോദിക്കുമ്പോഴെല്ലാം മറവിയാണെന്ന് പറയുന്നു, ഒന്ന് ശ്രദ്ധിക്കാൻ പറ്റുന്നില്ല എന്നൊക്കെയാണ് പറയുന്നത്. നിങ്ങൾ അവനെ ഒരു മനഃശാസ്ത്ര വിദഗ്ധനെ കാണിക്കുന്നത് നല്ലതായിരിക്കും. അവന്റെ പ്രശ്നങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കാൻ പറ്റണം. അന്ന് വൈകുന്നേരം മനു സ്കൂള് വിട്ട് വീട്ടിൽ വന്നു. മോനെ, വേഗം പോയി കുളിച്ചിട്ട് വാ. നിനക്ക് ഇഷ്ടപ്പെട്ട മസാല ദോശയാണ് ഇന്ന് ഉണ്ടാക്കിയിരിക്കുന്നത്. പെട്ടെന്ന് കുളിച്ചിട്ട് വാ. അച്ഛാ, എനിക്കിപ്പോൾ ഭക്ഷണമൊന്നും വേണ്ട. വല്ലാത്ത ക്ഷീണം തോന്നുന്നു. ഞാനൊന്ന് കിടന്നുറങ്ങട്ടെ. മോൻ എന്തു പറ്റി? എന്തെങ്കിലും കുഴപ്പമുണ്ടോ നിനക്ക്? എന്താണെങ്കിലും അച്ഛനോട് പറ. ഇന്ന് സ്കൂളിൽ PT പീരീഡ് ഉണ്ടായിരുന്നു. ഒത്തിരി ഞങ്ങൾ കളിച്ചു. അതിന്റെ ക്ഷീണമാണ്. ഞാനൊന്ന് ഉറങ്ങിക്കഴിയുമ്പോൾ എല്ലാം ശരിയാകും അച്ഛാ. പന്തികേട് തോന്നിയ അച്ഛൻ അവൻ ഉറങ്ങുന്ന സമയത്ത് അവന്റെ ബാഗ് പരിശോധിച്ചു. അതിൽ നിന്ന് അദ്ദേഹത്തിനൊരു കവർ കിട്ടി. അതിൽ നിറച്ചും ലഹരി പദാർത്ഥങ്ങളായിരുന്നു. ദൈവമേ, ഞാൻ എന്താണ് ഈ കാണുന്നത്? എന്റെ മകനെ എനിക്ക് നഷ്ടപ്പെട്ടോ? പിറ്റേ ദിവസം രാവിലെ തന്നെ മനുവിനെയും കൂട്ടി സൈക്കോളജിസ്റ്റിനെ കാണാനായി അച്ഛൻ യാത്ര തുടങ്ങി. ഹലോ മനു, സുഖമായിരിക്കുന്നോ? എത്രാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്? മോൻ ഇവിടെ ഇരിക്കൂ. മോനും പഠനത്തെ ശ്രദ്ധിക്കാൻ കഴിയുന്നില്ലേ? മോന്റെ വിഷമങ്ങൾ എന്താണെന്ന് എന്നോടൊന്ന് പറയാമോ? ഡോക്ടറും ഞാൻ 9ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. ഞാനിപ്പോൾ ആകെ പെട്ടുപോയ അവസ്ഥയിലാണ്. ഡോക്ടർ എന്നെ രക്ഷിക്കണം. ഒരു ദിവസം ക്ലാസ്സിൽ വെച്ച് എൻ്റെ കൂട്ടുകാരൻ മിഠായി ആണെന്ന് പറഞ്ഞ് ഒരു സാധനം തന്നു. ഞാൻ ആകാംക്ഷയോടെ അത് കഴിച്ചു നോക്കി. മിഠായിയുടെ അതേ രുചി. എനിക്ക് വീണ്ടും വീണ്ടും അത് കഴിക്കാൻ തോന്നി. പിന്നെ ഞാൻ സ്ഥിരമായിട്ടിത് മേടിച്ച് കഴിക്കാൻ തുടങ്ങി. ഇത് കഴിച്ചു കഴിയുമ്പോൾ എനിക്ക് നന്നായി ഉറങ്ങാൻ കഴിയുന്നുണ്ട്. വല്ലാത്ത സന്തോഷവും തോന്നുന്നു. ഇപ്പോൾ എനിക്ക് അതില്ലാതെ ജീവിക്കാൻ കഴിയില്ലെന്നായി. ഡോക്ടർ എന്നെ ഇതിൽ നിന്നും രക്ഷിക്കണം. മോനെ, നീ ഇപ്പോൾ അകപ്പെട്ടിരിക്കുന്നത് ലഹരിയുടെ ഊരാക്കുടുക്കിലാണ്. കുറെ നാൾ കഴിയുമ്പോൾ ഇത് നിന്നെ നശിപ്പിക്കും. മോന്റെ സുഹൃത്തുക്കൾ ആരുമില്ലേ? അവരോടൊപ്പം കളിക്കാൻ പോകാറില്ലേ? എനിക്ക് ധാരാളം സുഹൃത്തുക്കളുണ്ട് ഡോക്ടർ. പക്ഷേ ഞാൻ അവരോടൊപ്പം കളിക്കാൻ പോകാറില്ല. എനിക്ക് അവരോടൊപ്പം കളിക്കുന്നതിനേക്കാൾ സന്തോഷം എനിക്ക് ഈ മിഠായി തിന്നാൻ കിട്ടുമ്പോഴാണ്. ഇത് കഴിച്ചു കഴിയുമ്പോൾ ഞാൻ പിന്നെ ഒന്നും ഓർമ്മിക്കാറില്ല. ഞാൻ വേറൊരു ലോകത്തായിരിക്കും. മനു, ഇതൊരു മിഠായി അല്ല മോനെ. ഇതാണ് ലഹരി വസ്തു. ഇത് നമ്മൾ ഒരു തവണ കഴിച്ചു കഴിഞ്ഞാൽ അത് നമ്മുടെ തലച്ചോറിനെ ബാധിക്കും. പിന്നീട് ഇത് ഉപയോഗിക്കാൻ നമുക്ക് തോന്നും. ഇത് കിട്ടാതെ വരുമ്പോൾ നാം അക്രമവാസന ഉള്ളവരും, ക്രമേണ ഇത് ഉപയോഗിച്ചു കഴിയുമ്പോൾ നമ്മുടെ തലച്ചോറിലെ കോശങ്ങളെല്ലാം നശിച്ച് നിത്യരോഗിയായി മാറും. കിഡ്നി, കരള്, ഹൃദയം, തലച്ചോറ് ഇവയെല്ലാം നശിച്ചു പോകും. പിന്നെ ഒരിക്കലും നമുക്ക് പഴയതുപോലെ നടക്കാനോ ഓടാനോ കളിക്കാനോ ഒന്നും കഴിയില്ല. പലപ്പോഴും ഉറക്കം വന്നുകൊണ്ടേയിരിക്കും. നമ്മുടെ ഓർമ്മ നഷ്ടപ്പെട്ടു പോകും. ആഹാരം കഴിക്കാൻ പോലും നമുക്ക് കഴിയില്ല. അങ്ങനെ ഒരിക്കൽ നമ്മൾ മാരക രോഗം ബാധിച്ച് മരണപ്പെടും. ഡോക്ടർ അങ്കിൾ, എനിക്കിതിൽ നിന്നും രക്ഷപ്പെടാൻ കഴിയില്ലേ? എന്നെ ഒന്ന് രക്ഷിക്കൂ പ്ലീസ്. മനു, നീ ഇപ്പോൾ കൃത്യമായ സ്ഥലത്താണ് നിൽക്കുന്നത്. ഞാൻ പറയുന്നത് പോലെ ചെയ്യാൻ തയ്യാറായാൽ പഴയ മനുവായിട്ട് നിനക്ക് മാറാം. ഇന്നു മുതൽ നീ നല്ല കുട്ടിയായി ജീവിക്കണം. ലഹരി തരുന്ന സുഹൃത്തിന്റെ വിവരം നീ ആദ്യം തന്നെ ക്ലാസ് ടീച്ചറിനെ അറിയിക്കണം. ആ കുട്ടി അറിയാതെ ആയിരിക്കണം അത്.
പിന്നെ നീ ഇന്നു മുതൽ നല്ല കുട്ടികളുമായി കൂട്ടുകൂടണം. എന്നും വൈകുന്നേരം സ്കൂൾ വിട്ട് വന്നു കഴിയുമ്പോൾ കളിക്കാൻ പോകണം. അച്ഛനോട് പറഞ്ഞ് നല്ല ബുക്കുകൾ വാങ്ങി വായിക്കണം. ദിവസം അരമണിക്കൂറെങ്കിലും അച്ഛനോടും അമ്മയോടും ഒപ്പം ആ ദിവസം സ്കൂളിൽ നടന്ന കാര്യങ്ങളെല്ലാം പറഞ്ഞു കൊടുക്കണം. അവധി ദിവസങ്ങളിൽ പറമ്പിലിറങ്ങി ചെറിയ കൃഷിപ്പണികളൊക്കെ ചെയ്യണം. പിന്നെ നിനക്ക് ഇഷ്ടപ്പെട്ട ഹോബികളൊക്കെ ഉണ്ടല്ലോ. മനുവിന്റെ ഇഷ്ടപ്പെട്ട ഹോബി എന്താണ്? ഞാൻ നന്നായി ചിത്രം വരയ്ക്കും. വെരി ഗുഡ്, വെരി ഗുഡ്. നാളെ മുതൽ തന്നെ മനു ഒരു ഡ്രോയിങ് ക്ലാസ്സിൽ ചേരണം. നല്ലൊരു ചിത്രകാരനായി തീരണം കേട്ടോ. മനുവിന്റെ അംബീഷൻ എന്താണ്? എനിക്ക് IAS ഓഫീസർ ആകണം. ആഹാ, വളരെ മിടുക്കനാണല്ലോ നീ. ഇപ്പോൾ തന്നെ അതിനുള്ള കാര്യങ്ങൾ പഠിച്ചു തുടങ്ങണം. സമൂഹത്തിനും കുടുംബത്തിനും കൊള്ളാവുന്ന പൗരനായിട്ട് വളർന്നു വരണം. ചീത്ത കുട്ടികളെ ഈ സമൂഹത്തിൽ ആർക്കും ഇഷ്ടമല്ല. കൂട്ടുകാരോടൊക്കെ ലഹരി ഉപയോഗിക്കരുതെന്ന് പറഞ്ഞു കൊടുക്കണം കേട്ടോ. ഡോക്ടർ, ലഹരിയുടെ ചതി എനിക്ക് അറിയില്ലായിരുന്നു. ഇനി ഞാൻ ഒരിക്കലും ലഹരി ഉപയോഗിക്കില്ല. നല്ല കുട്ടിയായി ഞാൻ വളർന്നു വരും. ഇനി ജീവിതമാണ് എന്റെ ലഹരി. താങ്ക് യു സോ മച്ച് ഡോക്ടർ അങ്കിൾ. കൂട്ടുകാരെ, നിങ്ങൾക്ക് ഈ കഥ ഇഷ്ടമായെങ്കിൽ എന്നെ അറിയിക്കാൻ മറക്കരുത് കേട്ടോ. പിന്നെ ഒരു കാര്യം, ഈ കഥ നിങ്ങളുടെ കൂട്ടുകാർക്ക് കൂടി ഷെയർ ചെയ്ത് കൊടുക്കണം. അവരും നിങ്ങളെപ്പോലെ നല്ല കുട്ടികളായി വളർന്നു വരട്ടെ. നിങ്ങൾ ജീവിതത്തിൽ ഒരിക്കലും ലഹരി ഉപയോഗിക്കരുത്. അടുത്ത വീഡിയോയുമായി ഞാൻ ഉടൻ വരുന്നതായിരിക്കും. ആരെങ്കിലും എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ബൈ ബൈ.